കൊല്ലം നീണ്ടകര വെള്ളുത്തുരുത്ത് പ്രദേശവാസികളുടെ ദുരിത ജീവിതം തുടരുകയാണ്. മഴ കുറഞ്ഞെങ്കിലും വെള്ളം ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. വെള്ളക്കെട്ട് ഇല്ലാത്ത ആവണമെങ്കിൽ ഓടകൾ വരണം. 15 വർഷമായി പഞ്ചായത്തിന് ഓടയ്ക്കുള്ള സ്ഥലം എഴുതി കൊടുത്തിട്ട് അധികൃതർ യാതൊരു നടപടിയും പാലിക്കുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി. കാലവർഷത്തിന് തുടക്കം കുറിച്ച് കേരളത്തിൽ മഴ വരവറിയിച്ചു കഴിഞ്ഞു. ഇനി വെളിത്തുരുത്ത് പ്രദേശത്ത് ദുരിത പെയ്ത്ത് തന്നെ. ഏകദേശം 200 കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയാൽ വെള്ളം എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന അവസ്ഥ. വെള്ളം കൃത്യമായി ഒഴുക്കിവിടാൻ ഓടയില്ലാത്തതാണ് പ്രധാന പ്രശ്നം. 15 വർഷത്തോളമായി ഓടയുണ്ടാക്കാനുള്ള സ്ഥലം നീണ്ടകര പഞ്ചായത്തിന് 6 കുടുംബങ്ങൾ ചേർന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അത് മാത്രം ഓടയ്ക്ക് സ്ഥലം കൊടുത്തിട്ട് 15 വർഷമായി. ഒരു UDF 2 LDF ഭരിച്ചപ്പോൾ കൊടുത്തതാ. അവരൊന്ന് നോക്കി ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. അത് ഈ പുരയിടത്തിൻ്റെ പറ്റിയിട്ട് എല്ലാം കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. ഈ മഴ വരുമ്പോൾ വന്ന് എത്തി നോക്കിയിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഈ പരിസരത്ത് അവർ കയറത്തില്ല. മഴ വരുമ്പോൾ മാത്രം വന്ന് നോക്കിയിട്ട് പോകും. എന്നാൽ എന്തെങ്കിലും പ്രതിവിധി ചെയ്യും, അതൊന്നും ചെയ്യത്തില്ല. ഏറ്റവും കൂടുതൽ സമയം വെള്ളം നിൽക്കുന്നത് ഈ വീട്ടിലാണ്. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ബാത്റൂമിൽ വരെ പോകാൻ മറ്റുള്ളവരുടെ വീട് ആശ്രയിക്കേണ്ട അവസ്ഥ. 15 വർഷത്തോളം ഇന്ന് രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോൾ അടുക്കളയ്ക്കകത്ത് വെള്ളം വരെ കയറി കിടക്കുകയാണ്. അത് പിന്നെ സിറ്റ് ഔട്ടിലും വെള്ളം കയറി കിടക്കുന്നു. അത് ബാത്റൂമിൽ പോയില്ലെന്ന്. മത്സ്യത്തൊഴിലാളിയായ ജിജോയ്ക്കും തന്റെ ദുരവസ്ഥ പറയാനുണ്ട്. ഒന്നും നടക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡ് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓടടി കൂടെ വെച്ചിട്ട് ക്ലീനാക്കി വിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അവരത് പറഞ്ഞ് നാളെ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവർ ആലോചിച്ച് നിൽക്കുന്നവരെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഈ എത്രയും പെട്ടെന്ന് ക്ലീനാക്കി ഈ വീടുകളിൽ ഇവിടെ രോഗിയുള്ളൊരു വീടാണ്. ഇവർക്ക് നാളെ കീമോയ്ക്ക് പോകേണ്ടുള്ളായിരുന്നു. അപ്പോൾ ഈ വെള്ളക്കെട്ട് കാരണമാണ് ഇത് പോകാതെ നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ട്. ഉമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് അകത്ത് കിടക്കുകയാണ്. ഇന്ന് കീമോയ്ക്ക് കൊണ്ടുപോകാൻ പോലും പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ എത്ര ദിവസം കൂടി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ വണ്ടിയാണെങ്കിൽ വെള്ളത്തിൽ പോയി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടിയും പുറത്തിറക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് പോയിട്ടില്ല. പിന്നെ ഈ ഓടകളെന്ന് പറയുന്നത് PWDയുടെ ഓടയാണ്. അവർ ഒന്ന് മുൻകൈ എടുത്ത് ഇത് ക്ലീൻ ചെയ്ത് തന്നാൽ അത്രയും നല്ല കാര്യമായി. വെള്ളം കെട്ടി നിൽക്കുന്നതോടുകൂടി പകർച്ചവ്യാധികളും ഈ പ്രദേശത്ത് സജീവമാണ്. 5 വർഷം UDFും 10 വർഷം LDFും മാറി മാറി ഭരിച്ചിട്ടും 15 വർഷം മുന്നേ കൊടുത്ത സ്ഥലം ഇപ്പോഴും അതേപടി തന്നെ. അധികാരികൾ കണ്ണു തുറക്കുക. കാരണം ഇവർക്കും ഇവിടെ ജീവിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുണ്ട്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. വിഷ്ണു കരുവാരക്കുണ്ട് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ പ്രശ്നം? എന്താണ് ഇതിനകത്ത് തടസ്സമുള്ളത്? സ്ഥലം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഈ നിവാസികൾക്ക് ഈ ഓട നിർമ്മിച്ചു കൊടുക്കുന്നതിന് എന്താണ് പഞ്ചായത്തിന് ബുദ്ധിമുട്ടുള്ളത്? അനാസ്ഥയാണോ കാരണം? വെരി ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് അനാസ്ഥ തന്നെ പറയാം. കാരണം 15 വർഷത്തോളമായി ഇത്തരത്തിൽ ഈ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരണം നല്ല രീതിയിലുള്ള റോഡൊക്കെ തന്നെയാണ്, പക്ഷേ ഈ വീടൊരു കുളമായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒക്കെ എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് താഴ്ന്നൊന്ന് പോകാൻ, കാരണം മണലാണ്, മണലിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ താഴ്ന്നു പോകാനുള്ള കാരണം പകർച്ചവ്യാധികളൊക്കെ വരുന്ന ഒരവസ്ഥയിലാണ്. ഈ പഞ്ചായത്തിൽ നിന്ന് ഇവർ എല്ലാ മാസങ്ങളും അതുപോലെ തന്നെ വർഷം തോറും പഞ്ചായത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഫണ്ട് പാസ്സായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ പറയാറുള്ളത്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ജനങ്ങൾ വളരെയധികം തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥ അമ്മച്ചിയുണ്ട് ഇവിടെ. അമ്മച്ചിയൊക്കെ നമ്മളോട് ഇന്നലെ സംസാരിച്ചതാണ്. അമ്മച്ചി പിന്നീട് പഞ്ചായത്തിലൊക്കെ പറഞ്ഞപ്പോൾ എന്താ അവിടെ നിന്ന് പറഞ്ഞിരുന്നത്? ശരിയാക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും ആരും തുനിഞ്ഞിട്ടില്ല. 10-15 വർഷമായിട്ട് ഞങ്ങൾ ഈ ദുരിതങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കൊച്ചു പിള്ളേരെയും കൊണ്ടാണ് ഈ വെള്ളത്തിൽ കഴിയുന്നത്. എഴുത്തുക്കളുടെ ശല്യം അത് അങ്ങനെ അടുക്കളയ്ക്കകത്ത് വരെ ബാബു വരെ കയറി ശല്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുരിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. അരുൺ, ഇതാണ് ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ ഒന്ന് ബാത്റൂം പോകണമെങ്കിലോ ഒക്കെ തന്നെ അടുത്തുള്ള വീടുകളൊക്കെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. വളരെയധികം തന്നെ ബുദ്ധിമുട്ട് നേരിടുന്നു. ചേട്ടാ, എത്രത്തോളമായി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ? ഇതിപ്പം ഈ പറയുന്ന 10-15 വർഷം എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി മുമ്പേ തുടങ്ങിയതാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരവസ്ഥ. ഈ വെള്ളക്കെട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം പ്രധാനമായും നമുക്കിവിടെ ഉണ്ടാകുന്നത് കൊതുശല്യമാണ്. ഇതിങ്ങനെ ഒരു 2-3 മാസത്തോളം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇതായി അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഈ വെള്ളം ഇങ്ങനെ കിടന്ന് കൊതുവിൻ്റെ ശല്യമാണ് ഏറ്റവും കൂടുതലും. അതിങ്ങനെ പിള്ളേർക്കായാലും വലിയവർക്കായാലും വലിയ ബുദ്ധിമുട്ടാണ്. ഇത് അധികൃതരോട്, അതായത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ഒന്ന് നോക്കും, അങ്ങ് പോകും. ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവരെത്ര പറഞ്ഞാലും ശരി തന്നെ അവർ ഞങ്ങൾ നോക്കട്ടെ, അല്ലെങ്കിൽ അവിടെ ഫണ്ട് ശരിയായില്ല എന്നൊക്കെയാണ് പറയുന്നത്.
ഇതിപ്പം സ്ഥലം വരെ വിട്ടുകൊടുത്തായിരുന്നല്ലേ ഓടയ്ക്ക്? ഓടയ്ക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെ സ്ഥലം കിടപ്പുണ്ട്. ആ അടുത്ത റോഡിലൊരു വലിയ ഓടയുണ്ട്, ആ ഓടയിൽ ചെന്ന് ചേർത്തക്ക വിധത്തിലാണ് വഴി കൊടുത്തിരിക്കുന്നത്. ഓടയ്ക്കുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നത് അവരത് ചെയ്തില്ല. വന്ന് നോക്കും ഫണ്ടില്ല എന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറെ കാലം കൊണ്ട് ഞങ്ങൾ വിഷ്ണു, ദുരിതത്തിലാണ്. ആ പഞ്ചായത്ത് ഏതാണ്? ചില ഇത് സ്ഥലം- നീണ്ടകരയിലാണ് ഈ ചില സ്ഥലമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥലങ്ങളില്ലാതെ ആ തന്നെ- പഞ്ചായത്തിന്റെ പേരെന്താണ് വിഷ്ണു? അതെ, നീണ്ടകര വെളിത്തുരുത്ത് പഞ്ചായത്താണ്. Okay. നീണ്ടകര പഞ്ചായത്താണെന്നാ പറഞ്ഞത്. നീണ്ടകര അതിൽ 4ാം വാർഡിലാണ് ഇപ്പൊ ഈ ഒരു ദുരവസ്ഥയുള്ളത്. അപ്പം തീർച്ചയായിട്ടും ആ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. നീണ്ടകര പഞ്ചായത്തിലെ അധികൃതരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പം ശരിയാക്കി തരാം എന്ന് നമ്മുടെ നടൻ പറയുന്നത് പോലെ ആവരുത്. അതൊന്ന് ശരിയാക്കി കൊടുക്കണം സർ. മഴ വരാൻ പോകുന്നു, കാലവർഷമാണ്, കനത്ത മഴ പ്രതീക്ഷിക്കും. ഇതിനകം തന്നെ വേനൽ മഴയിൽ അവർ ബുദ്ധിമുട്ടുകയാണ്. ഇനിയും ഈ ഓടയ്ക്ക് സ്ഥലം വിട്ടുകിട്ടിയിട്ടും അത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നന്നാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 15 വർഷമായി ഈ നാട്ടുകാർ കാത്തിരിപ്പാണ്. 15 വർഷമൊക്കെ ഓടയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത് ഫണ്ടില്ല എന്ന് പറയുന്നു. നീണ്ടകര പഞ്ചായത്തിന് ഓട നിർമ്മിക്കാൻ പണമില്ല എന്നുള്ളതാണ് കാരണമെങ്കിൽ പണം സ്വരൂപിക്കാനുള്ള വഴികൾ തേടണം.